ഹലോ പ്രിയമുള്ളവരെ, കോഴിക്കോട് നമ്മുടെ കോഴിക്കോട്, ഈ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഈ പേരിൽ നിന്ന് ലോക പ്രശസ്തമായത് ഐ ലവ് യു കോഴിക്കോട് എന്നുള്ളത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിയുടെയും സാമൂതിരിയുടെയും നാടാണിത്. നമ്മളെല്ലാവരും കോഴിക്കോട്ടുകാരാണ്. ഈ കോഴിക്കോട് എന്ന വാക്ക് ഇവിടെ ഈ ലക്ഷക്കണക്കിന് പരസ്യങ്ങളുണ്ട് ഈ ലോകം മുഴുവനും. നിങ്ങൾക്കറിയാമല്ലോ, ലക്ഷക്കണക്കിൽ. അത് നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ അടുത്ത് ഒരു പരസ്യം ഇന്നേ വരെ വെച്ചിട്ടില്ല. വർഷങ്ങളോളായി ഇതും അവിടെ നമ്മുടെ കോഴിക്കോട് എന്നുള്ളടത്ത്. പക്ഷേ ഇവിടെ ഒരുവിധം മാഫിയകൾക്ക് ഓശാന പാടുന്ന രീതിയിലാണ് ഇതാ VMH. ഇതാ ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വൃത്തികേട് ചെയ്തത്? ആർക്ക് വേണ്ടിയാണ്? ഇതാരാണ് ഇതിൻ്റെ പിന്നിൽ? നിങ്ങൾ VMH ഈ കോഴിക്കോടിൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട തോന്നിവാസികളാണ് ഇത് കൊണ്ടുപോയി വെച്ചത്. ഇവിടെ പരസ്യങ്ങളില്ലായിട്ടാണോ? നിങ്ങൾ പറ. ഇവിടെ പരസ്യങ്ങളില്ലായിട്ടാണോ? ഇവിടെ ലക്ഷക്കണക്കിന് പരസ്യങ്ങൾ ഇവിടെ വെക്കാനുള്ള ആളുകളുണ്ട്. ഇവിടെ നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്ത് ഇന്നേ വരെ ഒരു പരസ്യം ഇവിടെ വെച്ചിട്ടില്ല. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ? ആർക്ക് വേണ്ടിയാണ് ഈ വൃത്തികെട്ട സന്ദേശം ഇവിടെ കൊടുക്കുന്നത്? ഈ ബേബി മെമ്മോറിയൽ പറയുന്ന മനുഷ്യനിക്ക് ആരോഗ്യത്തിന് വേണ്ടിയാ. നമ്മളെല്ലാം രോഗികളാക്കി അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കി ഭൂഷാസികൾക്ക് വേണ്ടിയാണ് ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിലകൊള്ളുന്നത്, ആണോ? പിന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണ്? എന്നിട്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്ത് കുഞ്ഞാലിയുടെയും സാമൂതിരിയുടെയും നാടായ ഈ സാംസ്കാരിക കോഴിക്കോട് ലോകം മുഴുവൻ അറിയണം. ഇത് ചെറിയ വിഷയമല്ല. ഇത് ചെറിയ വിഷയമല്ല. നോക്കൂ നിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന വീഡിയോകൾ എടുക്കുന്ന ഈ നമ്മുടെ കോഴിക്കോടിനെ ഈ വൃത്തികെട്ട രീതിയിലുള്ള ഈ പോസ്റ്റ് ഇവിടെ വെച്ചത് ഈ സൊല്യൂഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൊല്യൂഷന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഓശാന പാടുന്നത്? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ചെറിയൊരു വിഷയമല്ല. ഇതിന് പിന്നിൽ ഏത് വലിയ ടീമായാലും ശരി, എത്ര വലിയ കൊമ്പന്മാരായാലും ശക്തമായ രീതിയിൽ കോഴിക്കോട് സാംസ്കാരിക കോഴിക്കോടിന്റെ സാംസ്കാരികമായ ആളുകൾ ഇതിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇത് ഇന്നുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. നിങ്ങൾ പരസ്യം വെക്കല്ലേ കോഴിക്കോട്? നിങ്ങൾക്ക് വേറെ സ്ഥലമില്ല. നിങ്ങൾക്ക് ഈ കോഴിക്കോടിന്റെ അടുത്തല്ലാതെ വേറെ എവിടെ സ്ഥലമില്ല. ഇത് ലക്ഷക്കണക്കിന് പരസ്യങ്ങളുണ്ടല്ലോ അവിടെ ഇവിടെയല്ലോ. പിന്നെ ഈ നമ്മുടെ കോഴിക്കോടിന്റെ അടുത്ത് വെക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ പറ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇവിടെ ഒരാൾക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് 10,000 സന്ദർശകർ വന്നു പോകുന്നതാ, വീഡിയോകൾ എടുക്കുന്നതാ. എന്തിനാ വീഡിയോ എടുക്കുന്നത്? നമ്മുടെ കോഴിക്കോട് എന്ന ലോക പ്രശസ്തമായ ലോകത്ത് മുഴുവൻ ഇപ്പം എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മുടെ മാത്തോട്ടം, നമ്മുടെ രാമനാട്ടുകാര, ഇങ്ങനെ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു സന്ദേശം അത് ലോകത്ത് മൊത്തത്തിൽ പറയുന്നത്. അത് നമ്മുടെ കോഴിക്കോട് എന്ന ഐ ലവ് യു കോഴിക്കോട് എന്ന സന്ദേശമാണ് ലോകം മുഴുവനും അറിയപ്പെട്ടത്, അല്ലേ? എന്നിട്ട് ഈ സാമാനം കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ്? ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണിത്? അപ്പൊ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കൂട്ടുകൊടുപ്പിന്റെ വ്യാപാരികളാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിൽ വെച്ചത്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ മലയാളികളും, സാംസ്കാരികമായ എല്ലാ ആളുകളും ശക്തമായ രീതിയിൽ, സൂചന മാത്രമാണ്, ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടാവും, യാതൊരു സംശയവുമില്ല.